അപ്പോൾ ഘടനാപരമായ കാര്യങ്ങൾ ചെയ്തേ കഴിയൂ, യൂണിവേഴ്സിറ്റികളിലായാലും സ്കൂളിലായാലും. പക്ഷേ സിലബസിനെ സംബന്ധിച്ചിടത്തോളം കൺകറന്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് സിലബസിൽ ഒരു പിടിവാശി കേന്ദ്രത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുമില്ല, യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നുമില്ല. വിനയ വിശ്വം അവരുടെ CPI ഫോൾഡറുകളിലൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊന്നും ശരിയല്ല. ഗാന്ധിജിയെ കൊന്നു എന്നാണ് പഠിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഗാന്ധിജിയെ കൊന്നതെന്നോ അല്ലെങ്കിൽ വെടിവെച്ചു എന്നോ ഗാന്ധിജിയെ കൊലപാതകത്തിലൂടെയാണ് കൊന്നത് എന്തോ അവിടെ പഠിപ്പിക്കാം. കാരണം അത് അങ്ങനെ ഒരു സിലബസ് അല്ല. SCERT ആണ് ഈ സിലബസുകൾ തയ്യാറാക്കുന്നത്. മാത്രമല്ല NCERTയുടെ കുറച്ച് ഭാഗം SCERTയിലും കൂടി പഠിപ്പിക്കുന്നുണ്ട്. കേരള സ്കൂളിൽ പഠിപ്പിക്കുന്നത് അത് തന്നെ SCERT വെറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ NCERT പാർട്ട് അതുപോലെ എടുത്തിടലല്ല. ഇവിടെ കേന്ദ്രത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച്, രാജ്യത്തെ മറ്റ് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിപ്പിക്കാൻ NCERTയിൽ ഉള്ളപ്പോൾ ഇവിടെ SCERTയിൽ ഗുരുദേവനെയും അതുപോലത്തെ കാര്യങ്ങളുള്ള സപ്ലിമെന്ററി ബുക്ക് ഇറക്കുകയും അത് പഠിപ്പിക്കാനായിട്ട് ശിവൻകുട്ടിയുടെ തന്നെ ഈ മന്ത്രിസഭയിൽ തന്നെ തീരുമാനമാവുകയും അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ SCERTക്ക് സിലബസിൽ വലിയൊരു പങ്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സിലബസിൽ വലുതായിട്ട് കേന്ദ്രം ബഹളം ഉണ്ടാക്കുന്നില്ല എന്ന് കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ ഏഷ്യാനെറ്റിൻ്റെ ധനേഷ് രവീന്ദ്രന് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു പിടിവാശിയില്ല, കാരണം MOU ആണിത്, ധാരണാപത്രമാണ്. അതുകൊണ്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് എല്ലാം ഇന്ത്യയിൽ വരും. ഇനി ഒരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇന്ത്യയിൽ വരുന്നത് കേരളത്തിൽ ചെയ്യാതെ, ബംഗാളിൽ ചെയ്യാതെ, തമിഴ്നാട്ടിൽ 3 സ്റ്റേറ്റാണല്ലോ ഇപ്പോൾ മാറി നിൽക്കുന്നത്.